ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മെയ് 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലുള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെൻ്റെ ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. US FDA അപ്രൂവ്സ് വേൾഡ്സ് ഫസ്റ്റ് RSV വാക്സിൻ. അപ്പോൾ US അപ്രൂവ് ചെയ്തിരിക്കുകയാണ് വേൾഡ്സ് ഫസ്റ്റ് RSV വാക്സിൻ ഫോർ ഓൾഡർ അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള റെസ്പിറേറ്ററി വൈറസ് ഇൻഫെക്ഷൻ. അതിൻ്റെ വാക്സിനാണ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. US FDA ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. The respiratory virus infection is more common among children, but at times it also attacks the elderly population. ചിൽഡ്രൻ്റെ ഇടയിലാണ് അത് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും ഉള്ളത്. പക്ഷേ അത് ചില സന്ദർഭങ്ങളിൽ എൽഡർലി പോപ്പുലേഷനെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അറ്റാക്ക് ചെയ്യാറുണ്ട്. ആഫ്റ്റർ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നോട്ട് GSK's shot called RXV becomes the first vaccine to protect older adults against RSV. അപ്പോൾ ഓൾഡർ അഡൾട്ട്സിനെ RSVയുടെ അഗെയിൻസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വാക്സിൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് USA ആണ് ഇപ്പോൾ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC എർഗോ ജനറൽ ഇൻഷുറൻസ് എലിവേറ്റ്സ് അനുജ് ത്യാഗി ടു ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ HDFC എർഗോ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ അനുജ് ത്യാഗിയെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. എലിവേറ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലീഡിംഗ് ഡ്രോൺ മേക്കർ ഐഡിയ ഫോർജ് ഗെറ്റ്സ് സെബി നോഡ് ഫോർ IPO. അപ്പോൾ ഐഡിയ ഫോർജ് എന്ന് പറയുന്ന ഒരു ഡ്രോൺ മേക്കർ ഉണ്ട്. അപ്പോൾ അവർക്ക് സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. ഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് അവർ നേടിയിരിക്കുന്നത്. ഡ്രോൺ മേക്കിംഗ് കമ്പനിയാണ് ഐഡിയ ഫോർജ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡിംഗ് ഡ്രോൺ മേക്കിംഗ് കമ്പനിയാണ് ഐഡിയ ഫോർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദുബായ് ടു ഹോസ്റ്റ് ഇനോഗ്രൽ ഗ്ലോബൽ ചെസ് ലീഗ്. അപ്പോൾ ദുബായ് ആണ് ഗ്ലോബൽ ചെസ് ലീഗ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. അത് തുടങ്ങുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. ദുബായ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ ഗ്ലോബൽ ചെസ് ലീഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ദുബായ് ആണ്. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഫ്രാഞ്ചൈസി ബേസ്ഡ് ചെസ് ലീഗ് വിൽ ബി ഹെൽഡ് ഇൻ ദുബായ് ഫ്രം June 21st to July 2nd. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഫ്രാഞ്ചൈസി ബേസ്ഡ് ചെസ് ലീഗാണിത്. അത് ഹെൽഡ് ഫ്രം ദുബായിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. June 21st to July 2nd വരെ ആയിരിക്കും അത് നടക്കുക. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൂം ഗെറ്റ്സ് പാൻ ഇന്ത്യ ടെലികോം ലൈസൻസ്. അപ്പോൾ സൂം വീഡിയോ കമ്മ്യൂണിക്കേഷൻ വെബ് കോൺഫറൻസ് കമ്പനിയായ സൂം വീഡിയോ കമ്മ്യൂണിക്കേഷൻസിന് ഒരു പാൻ ഇന്ത്യ ടെലികോം ലൈസൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ടെലിഫോൺ സർവീസസ് അവർക്കത് ടെലിഫോൺ സർവീസസ് ഓഫർ ചെയ്യാൻ, അതേപോലെ എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സിന് ടെലിഫോൺ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് സൂം എന്ന് പറയുന്ന കമ്പനിക്ക്. അപ്പോൾ വിത്ത് ദീസ് ലൈസൻസസ് ദ കമ്പനി വിൽ ബി ഏബിൾ ടു ഓഫർ ഇറ്റ്സ് എ ക്ലൗഡ് ബേസ്ഡ് പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച് സർവീസ് സൂം ഫോൺ ടു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ബിസിനസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ സൂമിനാണ് ഇപ്പോൾ പാൻ ഇന്ത്യ ടെലികോം ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എയർ ഇന്ത്യ വിസ്താര സൈൻ ഇന്റർലൈൻ പാർട്ട്ണർഷിപ്പ് ടു ഹെൽപ്പ് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ ഫ്ലയേഴ്സ്. അപ്പോൾ എയർ ഇന്ത്യയും വിസ്താരയും കൂടി സൈൻ ചെയ്തിരിക്കുകയാണ്. ഇന്റർലൈൻ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിരിക്കുകയാണ് ടു ഹെൽപ്പ് ഡൊമസ്റ്റിക് അതേപോലെ ഗ്ലോബൽ ഫ്ലയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിരിക്കുകയാണ് എയർ ഇന്ത്യയും വിസ്താരയും. അപ്പോൾ അത് നമുക്ക് എന്തിനാണെന്നൊന്ന് വായിച്ചു നോക്കാം. എയർ ഇന്ത്യ ഓൺ വെനസ്ഡേ സെഡ് ദാറ്റ് ഇറ്റ് ഹാസ് എൻറ്റേർഡ് ഇൻ ടു ആൻ ഇന്റർലൈൻ പാർട്ട്ണർഷിപ്പ് വിത്ത് എ ഫുൾ സർവീസ് കരിയർ വിസ്താര എനേബിളിംഗ് പാസഞ്ചേഴ്സ് ടു ട്രാവൽ ബിറ്റ്വീൻ ദ ടു എയർലൈൻസ് നെറ്റ്വർക്ക് സീംലെസ്ലി. അപ്പോൾ രണ്ട് എയർലൈൻ കമ്പനീസിലത്തെയും പാസഞ്ചേഴ്സിനെ നല്ല സീംലെസ് ആയിട്ട് അവർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് വിൽ അലൗ എയർ ഇന്ത്യാസ് കസ്റ്റമേഴ്സ് ടു ആക്സസ് വിസ്താരാസ് ഡൊമസ്റ്റിക് നെറ്റ്വർക്ക്. അപ്പോൾ ഇത് വിസ്താരയുടെ, അതായത് എയർ ഇന്ത്യയുടെ കസ്റ്റമേഴ്സിന് വിസ്താരയുടെ ഡൊമസ്റ്റിക് നെറ്റ്വർക്ക് നന്നായിട്ട് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഗീവ് വിസ്താര ഫ്ലയേഴ്സ്. അപ്പോൾ വിസ്താര ഫ്ലയേഴ്സിന് 80 പോയിൻറ്റ്സ് ഓഫ് എയർ ഇന്ത്യയുടെ 80 പോയിൻറ്റ്സ് ഓഫ് എക്സ്റ്റൻസീവ് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള ഇതും കൊടുക്കുന്നതാണ്. അപ്പോൾ രണ്ടിലത്തെയും കസ്റ്റമേഴ്സിന്, അതായത് എയർ ഇന്ത്യയിലത്തെ ആണെങ്കിൽ എയർ ഇന്ത്യയുടെ കൂടാതെ വിസ്താരയുടെ സർവീസസും കൂടി ആക്സസ് ചെയ്യാം. അതേപോലെ വിസ്താരയ്ക്ക് എയർ ഇന്ത്യയുടെ 80 ഡൊമസ്റ്റിക് പോയിൻറ്റ്സ് എക്സ്റ്റൻസീവ് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു ഇന്റർലൈൻ പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. PM പ്രസാദ് ടു ബി നെക്സ്റ്റ് കോൾ ഇന്ത്യ ചീഫ്. അപ്പോൾ PM പ്രസാദ് ആയിരിക്കും നെക്സ്റ്റ് കോൾ ഇന്ത്യ ചീഫ്. അപ്പോൾ അതിൻ്റെ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ നെക്സ്റ്റ് ചീഫ് ആയിരിക്കും PM പ്രസാദ്. അപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് റെക്കമെൻഡഡ് സെൻട്രൽ കോൾഫീൽഡ് CMD പൊലവറപ്പു മല്ലികാർജുന പ്രസാദ് ആസ് ദ നെക്സ്റ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. Prasad is expected to take charge of India's largest coal miner, accounting for almost 80% of our mined commodity from July 1st. അപ്പോൾ PM പ്രസാദ് ആയിരിക്കും നെക്സ്റ്റ് കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ നെക്സ്റ്റ് ചീഫ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UK അപ്പോയിൻറ്റ്സ് ഹർജിന്ദർ കാങ് ആസ് എ ന്യൂ ട്രേഡ് കമ്മീഷണർ ഡെപ്യൂട്ടി എൻവോയ് ടു ഇന്ത്യ. അപ്പോൾ UK അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഹർജിന്ദർ കാങ്ങിനെ ആസ് എ ന്യൂ ട്രേഡ് കമ്മീഷണർ ഡെപ്യൂട്ടി എൻവോയ് ടു ഇന്ത്യ. ട്രേഡ് കമ്മീഷണർ ഡെപ്യൂട്ടി എൻവോയ് ടു ഇന്ത്യ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഹർജിന്ദർ കാങ്ങിനെ. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഹർജിന്ദർ കാങ്, ബ്രിട്ടൻസ് ചീഫ് നെഗോഷിയേറ്റർ ഫോർ ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ചീഫ് നെഗോഷിയേറ്ററായ ഹർജിന്ദർ കാങ്, ബ്രിട്ടൻ്റെ ഹർജിന്ദർ കാങ് വാസ് ടുഡേ നെയിം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ട്രേഡ് കമ്മീഷണർ ടു സൗത്ത് ഏഷ്യ ആൻഡ് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ഫോർ വെസ്റ്റേൺ ഇന്ത്യ. ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ഫോർ വെസ്റ്റേൺ ഇന്ത്യ ആയിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുകയാണ് ഈ UKയുടെ ഹർജിന്ദർ കാങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. REC ലിമിറ്റഡ് ലിസ്റ്റ് $750 million ഗ്രീൻ ബോണ്ട്സ് ഓൺ ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അറ്റ് ഗിഫ്റ്റ് സിറ്റി. അപ്പോൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ REC ലിമിറ്റഡ് ഒരു മഹാരാഷ്ട്ര പവർ ഫിനാൻസ് കമ്പനിയാണ് REC ലിമിറ്റഡ്. അപ്പോൾ അവർ $750 million ഗ്രീൻ ബോണ്ട്സ് ആണ് ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം, ഡീറ്റെയിൽസ് എന്നാലേ മനസ്സിലാവും. REC ലിമിറ്റഡ് എ മഹാരാഷ്ട്ര പവർ ഫിനാൻസ് കമ്പനി ഹാസ് എക്സ്ക്ലൂസീവ്ലി ലിസ്റ്റഡ് ഇറ്റ്സ് റീസെൻ്റ്ലി ഇഷ്യൂഡ് ഗ്രീൻ ബോണ്ട്സ് വർത്ത് $750 million അറ്റ് എ ഗിഫ്റ്റ് IFSC സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അണ്ടർ ഇറ്റ്സ് എ ഗ്ലോബൽ മീഡിയം ടേം പ്രോഗ്രാം ഓഫ് $7 billion. അപ്പോൾ REC ലിമിറ്റഡ് മഹാരാഷ്ട്ര പവർ ഫിനാൻസ് കമ്പനി ആണ്, ഒരു മഹാരാഷ്ട്ര പവർ ഫിനാൻസ് കമ്പനിയാണ് REC ലിമിറ്റഡ്. അപ്പോൾ അവർ എക്സ്ക്ലൂസീവ്ലി ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഗ്രീൻ ബോണ്ട്സ്. $750 million വില വരുന്ന ആ ഒരു ഗ്രീൻ ബോണ്ട്സ് ആണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റ് സിറ്റിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അജയ് ബാങ്ക സെലക്റ്റഡ് ആസ് എ നെക്സ്റ്റ് വേൾഡ് ബാങ്ക് പ്രസിഡൻറ്റ്. അപ്പോൾ അജയ് ബാങ്ക ആയിരിക്കും വേൾഡ് ബാങ്കിൻ്റെ നെക്സ്റ്റ് പ്രസിഡൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഓഫ് വേൾഡ് ബാങ്ക് സെലക്റ്റഡ് അജയ് ബാങ്ക ആസ് പ്രസിഡൻറ്റ് ഫോർ എ 5-year ടേം ബിഗിനിങ് June 2. അപ്പോൾ ജൂൺ 2 മുതൽക്കായിരിക്കും അജയ് ബാങ്ക വേൾഡ് ബാങ്ക് പ്രസിഡൻ്റായിട്ട് സെലക്ട് ആവുക. അപ്പോൾ ഇൻ ഫെബ്രുവരി പ്രസിഡന്റ് ജോ ബൈഡൻ അനൗൺസ്ഡ് ദാറ്റ് ദ US would be nominating Banga to lead the World Bank because he is well equipped to lead the global institution at this critical moment in a history. അപ്പോൾ അജയ് ബാങ്ക സെലക്ട് ആയിരിക്കുകയാണ് നെക്സ്റ്റ് വേൾഡ് ബാങ്ക് പ്രസിഡൻ്റ് ആയിട്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഗ്രീൻ ഫിനാൻസിങ് റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റഡ് അറ്റ് 2.5% ഓഫ് GDP RBI സ്റ്റഡി. അപ്പോൾ ഇന്ത്യയുടെ ഗ്രീൻ ഫിനാൻസിങ് റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് 2.5% ഓഫ് GDP ആണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു RBI പഠനമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഇന്ത്യാസ് ഗ്രീൻ ഫിനാൻസ് റിക്വയർമെൻറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി അറ്റ്ലീസ്റ്റ് 2.5% ഓഫ് GDP ആനുവലി ടിൽ 2030, റിസർവ് ബാങ്ക് റിപ്പോർട്ട് സെഡ്.
അപ്പോൾ ഒരു റിസർവ് ബാങ്ക് റിപ്പോർട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഗ്രീൻ ഫിനാൻസിങ് റിക്വയർമെൻറ്റ് അറ്റ്ലീസ്റ്റ് 2.5% ഓഫ് GDP ഉണ്ടായിരിക്കണമെന്നാണ്. 2030 വരെ അത് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് ഫോർ ഇയർ 2022-23 കവേഴ്സ് 4 മേജർ ഡയമെൻഷൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ടു ആക്സസ് ഫുൾ ഫ്യൂച്ചർ ചാലഞ്ചസ് ടു സസ്റ്റൈനബിൾ ഹൈ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ദ കൺട്രി എയിംസ് ടു അച്ചീവ് നെറ്റ് സീറോ എമിഷൻസ് ടാർഗറ്റ് ബൈ 2070. അപ്പോൾ ഇതാണ്, നിങ്ങളത് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ വിൽ ഗെറ്റ് ഇറ്റ്സ് ഓൺ ഇൻഡെക്സ് ടു ക്വാണ്ടിഫൈ ഹീറ്റ് ഇമ്പാക്റ്റ് നെക്സ്റ്റ് ഇയർ. IMD ചീഫ്, ഇൻ്റർനാഷണൽ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വിൽ ഗെറ്റ് ഇറ്റ്സ് ഓൺ ഇൻഡെക്സ്, അവരുടെ സ്വന്തം ഇൻഡെക്സ് കിട്ടാൻ പോവുകയാണ്. ടു ക്വാണ്ടിഫൈ ഹീറ്റ് ഇമ്പാക്റ്റ് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തം ഇൻഡെക്സ് കിട്ടാൻ പോവുകയാണ് നെക്സ്റ്റ് ഇയറിൽ. അപ്പോൾ ഇന്ത്യ വിൽ ലോഞ്ച് ഇറ്റ്സ് ഓൺ കോമ്പോസിറ്റ് ഇൻഡെക്സ് നെക്സ്റ്റ് ഇയർ ടു ക്വാണ്ടിഫൈ ദ ഇമ്പാക്റ്റ് ഓഫ് ഹീറ്റ് ഓൺ ഇറ്റ്സ് പോപ്പുലേഷൻ ആൻഡ് ജനറേറ്റ് ഇമ്പാക്ട് ബേസ്ഡ് ഹീറ്റ് വേവ് അലേർട്ട്സ് ഫോർ സ്പെസിഫിക് ലൊക്കേഷൻസ്, ദ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ്. അപ്പോൾ ഇത് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വേവ് അലേർട്ട്സ് ഒക്കെ നമുക്ക് ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എന്നിട്ട് നോട്ടിഫിക്കേഷൻസ് പാസ് ഓൺ ചെയ്യാനും സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഇന്ത്യൻ Meteorological Department began issuing the experimental heat index for different parts of the country last week, taking into account air temperatures and relative humidity. അപ്പോൾ ഇന്ത്യക്ക് നെക്സ്റ്റ് ഇയറിൽ അത് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ഇൻഡെക്സ് ടു ക്വാണ്ടിഫൈ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വന്തം ഇൻഡെക്സ് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാങ്ക് ഓഫ് ബറോഡ അപ്പോയിൻറ്റ്സ് ദേബദത്ത ചന്ദ് ആസ് എ ന്യൂ CEO ഫ്രം July 1. അപ്പോൾ ജൂലൈ 1 മുതൽക്ക് ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ദേബദത്ത ചന്ദിനെ CEO ആയിട്ട്. നെക്സ്റ്റ് CEO ഓഫ് ബാങ്ക് ഓഫ് ബറോഡ ദേബദത്ത ചന്ദ് ആയിരിക്കും. ജൂലൈ 1 മുതൽ, ജൂലൈ 1 മുതൽക്കായിരിക്കും ചാർജ് ഏറ്റെടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ്സ് ഹയസ്റ്റ് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഈസ് റെഡി ക്ലിയറിംഗ് ഓൾ ടെസ്റ്റ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യൻ റെയിൽവേസ് ഹാസ് ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ ബിൽഡിംഗ് ദ വേൾഡ്സ് ഹയസ്റ്റ് ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കശ്മീരിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചെനാബ് ബ്രിഡ്ജാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. But this bridge has been built between Bakkal and Kauri in Jammu and Kashmir, some 42 km from Resai district, and on the middle line of Sri Mata Vaishno Devi Katra and Banilhal. The bridge has passed all mandatory tests. അപ്പോൾ എല്ലാ വേണ്ട ടെസ്റ്റും പാസ് ചെയ്തിരിക്കുകയാണ് ഈ ബില്ല്. അപ്പോൾ വേൾഡ്സ് ഹയസ്റ്റ് ചെനാബ് റെയിൽ ബ്രിഡ്ജ് ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്, എല്ലാ ടെസ്റ്റും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ജമ്മു ആൻഡ് കശ്മീരിലാണ് ഈ ചെനാബ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.